തിരുവനന്തപുരം നഗരസഭാ ബജറ്റ് അവതരണം ബി.ജെ.പി. കൗൺസിലർമാർ ബഹിഷ്കരിച്ചു. ബജറ്റ് ആമുഖത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനമുന്നയിച്ച സാഹചര്യത്തിലാണ് പ്രതിഷേധം. ഇവരുമായി രശ്മി കാർത്തിക ചേരുകയാണ്. രശ്മി, ഒരു ആമുഖത്തിൽ കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ വലിയ പ്രതിഷേധമുന്നയിച്ച സാഹചര്യത്തിൽ തന്നെയാണോ ബി.ജെ.പിയുടെ ഇത്തരത്തിലുള്ള ഒരു നീക്കമുണ്ടായിരിക്കുന്നത്? പ്രതിഷേധം ഇപ്പോഴും തുടരുകയുമാണോ? ബജറ്റ് അവതരണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ പ്രതിഷേധിക്കുന്നില്ല. ഈ ആമുഖ പ്രസംഗത്തിൽ ഈ നഗരസഭയുടെ നാലാമത്തെ ബജറ്റ്, ഈ ഭരണസമിതിയുടെ നാലാം ബജറ്റാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇതിന്റെ ബജറ്റ് അവതരണത്തിന്റെ ആമുഖത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഉന്നയിച്ചത്. ഇതേ തുടർന്നാണ് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. സർക്കാരിൽ നിക്ഷിപ്തമായ ചുമതലകളിൽ കേന്ദ്രം കടന്നു കയറുന്നു എന്നതുൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളാണ് ആമുഖ പ്രസംഗത്തിൽ ഇത്തരത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞത്. മാത്രമല്ല, കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് മുഖ്യമന്ത്രിമാരെ പുറത്താക്കാൻ ശ്രമം എന്നും ഈ ബജറ്റിന്റെ ആമുഖത്തിൽ പറഞ്ഞിരുന്നു. മാത്രമല്ല, ഗവർണർക്കെതിരെയും വിമർശനം ഉന്നയിക്കുകയുണ്ടായി. സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒക്കെ അനർഹരെ തിരിച്ചു കയറ്റാൻ ചാൻസലർ ശ്രമിക്കുന്നു എന്ന തരത്തിൽ ഉള്ള വിമർശനങ്ങളും ആമുഖ പ്രസംഗത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. ഇതേ തുടർന്നാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നത്. നിലവിൽ ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ വി.കെ. രാജു ബജറ്റ് അവതരിപ്പിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെ വാറോളം പുകഴ്ത്തിക്കൊണ്ടുള്ളതാണ് ഈ ഒരു ബജറ്റിന്റെ ആമുഖ പ്രസംഗം ഉൾപ്പെടെ. കാരണം കടുത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നഗരസഭയും നേരിടുന്നുണ്ട്. പല പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഉൾപ്പെടെ നടത്തിയ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ നടപ്പിലാക്കാതെ ഇപ്പോഴും പാതി വഴിയിലാണ്. അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങളുടെ ഒരു ആവർത്തനമാണ് ഇന്നത്തെ ഒരു ബജറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം അത് അമിത ദൂരത്താണ്, സാമ്പത്തിക മാനേജ്മെന്റ് ആണ്. ഇത് കേന്ദ്ര സർക്കാരിന് മേൽ പഴിച്ചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നഗരസഭയിൽ മേയർ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ സമാനമായ രീതിയിൽ സർക്കാർ എന്താണോ പറയുന്നത് അതേപടി ആവർത്തിക്കുകയാണ് ആമുഖ പ്രസംഗത്തിലും ചെയ്തത്. ഏതായാലും കഴിഞ്ഞ തവണത്തെ ബജറ്റിലുണ്ടായ പ്രഖ്യാപനങ്ങൾ അതൊന്നും തന്നെ നടപ്പിലായിട്ടില്ല. സമാനമായിട്ടുള്ള അതേ പ്രഖ്യാപനങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കുന്നതാണ് ഈ നഗരസഭയുടെ ബജറ്റ്. ഏതായാലും ബജറ്റ് അവതരണം ഇപ്പോഴും തുടരുന്നുണ്ട്. ഡെപ്യൂട്ടി മേയർ വി.കെ. രാജു തിരുവനന്തപുരം നഗരസഭയിലെ ബജറ്റ് അവതരണം ബി.ജെ.പി. ബഹിഷ്കരിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ ആമുഖത്തിലുള്ള വിമർശനം, ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകൾ, സംസ്ഥാന സർക്കാരിനോടുള്ള പുകഴ്ത്തിപ്പറച്ചൽ, ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നിലപാട് ബി.ജെ.പി. സ്വീകരിച്ചിരിക്കുന്നത്. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.